ഇലക്ഷനിലേക്ക് വരികയാണ്. അവിടെ ശ്രീ എം പി രാജേഷ് താങ്കൾ തൃത്താലയിൽ ഞെട്ടിക്കുന്ന വിജയം LDF നേടിക്കൊടുത്ത ഒരാളാണ്. അവിടെ പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തോടെ കളത്തിലുണ്ട്. VT ബൽറാം അവിടുത്തെ കോൺഗ്രസിലെ സകലമാന പ്രശ്നങ്ങളും അവസാനിക്കുകയും ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ കരുത്തോടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ സർവ്വസജ്ജമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു സൂചന എന്നോണം അവർക്ക് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ചില വിജയങ്ങളുള്ള ഒരു കോൺഫിഡൻസും അവർ പ്രകടമാക്കുന്നുണ്ട്. തൃത്താലയിലെ ഒരു നിയമസഭാ സാധ്യതയെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുക? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കിലാണ് എങ്കിൽ അധികം കോൺഫിഡൻസിന് അവകാശമില്ല. കാരണം എന്താന്ന് വെച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത്, അവിടെ മുനിസിപ്പാലിറ്റി ഇല്ലാത്ത മണ്ഡലമാണ്. ജില്ലാ പഞ്ചായത്ത് വോട്ട് അവിടെ ഏറ്റവും ആധികാരികവുമാണ്. കാരണം മുനിസിപ്പാലിറ്റിയേ ഇല്ല. അവിടെ UDF അധികമുള്ളത് 867 വോട്ടാണ്. അത് അത്രമാത്രം ആത്മവിശ്വാസത്തിനിടയാക്കുന്നതാണ് എങ്കിൽ ആ വിശ്വാസം അവരെ കാക്കട്ടെ തെരഞ്ഞെടുപ്പ് വരെ എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. പിന്നെ മത്സരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ സ്വയം പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളാവുന്ന രീതിയല്ലല്ലോ ഉള്ളത്. അത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. തൃത്താലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം നമ്പറിന്റെ വ്യത്യാസം ഓക്കെ, പക്ഷേ പഞ്ചായത്ത് നഷ്ടപ്പെടുക, കൂടുതൽ പഞ്ചായത്തുകൾ UDF കയ്യിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലെ കാര്യം എടുത്താൽ അവിടെ റോഷി അഗസ്റ്റിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ പക്ഷേ കംപ്ലീറ്റ് അപ്പുറത്ത് പോയി. താങ്കൾ തിരിച്ചുപിടിച്ച താങ്കളുടെ രാഷ്ട്രീയ ഭൂമിക എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണ് ഇപ്പൊ തൃത്താല. പക്ഷെ അവിടെ ഗ്രൗണ്ട് അടിയിൽ നിന്ന് പോയോ? നിഷാദെ, നന്നായി ഹോംവർക്ക് ചെയ്യണം ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ. കഴിഞ്ഞ തവണ തൃത്താലയിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് കൂടുതലുണ്ടായിട്ടില്ല. 4 പഞ്ചായത്തേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ, 4 പഞ്ചായത്ത് UDF ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടാണ് 3 മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചിട്ടുള്ളത് എന്ന് കാണണം. ആ 4-ൽ ഒരു പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിച്ചത് ടോസ് ചെയ്തപ്പോഴാണ്, കപ്പൂർ പഞ്ചായത്ത്. അപ്പൊ ഫലത്തിൽ ജയിച്ചത് 3 ഉണ്ടായിരുന്നുള്ളൂ. ടോസ് ചെയ്തപ്പോൾ കപ്പൂർ പഞ്ചായത്ത് ജയിച്ചു. ഇത്തവണ ആ കപ്പൂർ പഞ്ചായത്ത് UDF ജയിച്ചു. പരമ്പരാഗതമായി UDF സ്വാധീന മേഖലയാണ് കപ്പൂർ പഞ്ചായത്ത്. അത്രയും അവിടെ വന്നിട്ടുള്ള മാറ്റമുള്ളൂ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പഞ്ചായത്ത് പോയി, അവരുടെ കയ്യിൽ നിന്ന് ഒരു പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അപ്പോൾ ഇത്രയും അവിടെ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഈ ഫേസ്ബുക്കിൽ UDF പ്രചരിപ്പിക്കുന്നത് കേട്ടിട്ട് കാര്യങ്ങൾ, വസ്തുതകൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ അങ്ങേപ്പോലെ ഒരാൾ വിശ്വസിക്കാൻ പാടില്ല. ശരി, അപ്പോൾ MP രാജേഷിന്റെ മത്സരത്തിന്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനം എന്തുമാവാം, അങ്ങനെ ആവുന്നവരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചനയ്ക്കില്ല എന്നാണ്. അതായത് തൃത്താലയിൽ പൊതുവിലുള്ള രാഷ്ട്രീയമായ സാഹചര്യം, തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ സമാനതകളില്ലാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ അത് അക്കമിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് ആ വികസന പ്രവർത്തനങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുക ജനങ്ങളുടെ മുമ്പിൽ. രണ്ടിന്റെയും ബലത്തിൽ ആര് സ്ഥാനാർത്ഥിയായിട്ട് LDF നിർത്തിയാലും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. ജനങ്ങളുടെ അനുഭവത്തിൽ വികസനം ഉണ്ടായിട്ടുള്ളൊരു മണ്ഡലമാണ്.